12th one and the 4th one in future tense. ഭാവി കാലം ഫ്യൂച്ചർ ടെൻസിലെ നാലാമത്തെയാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇത് എന്താണെന്ന് അറിഞ്ഞിരിക്കുക. അല്ലാതെ തീർച്ചയായിട്ടും ഇതുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള കൂടുതലൊന്നും ചെയ്യേണ്ടി വരില്ല. ഞാൻ ഫോർമുലയും പറഞ്ഞു തരാം, എന്താണെന്നും പറഞ്ഞു തരാം, ഒരു എക്സാമ്പിളും തരുന്നതായിരിക്കും. അപ്പൊ ഇത് വേറൊന്നുമല്ല, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് നമുക്ക് അറിയാം. പെർഫെക്റ്റ് കണ്ടിന്യൂസ്, പെർഫെക്റ്റ് V3 കണ്ടിന്യൂസ് verb plus ing. ഇവിടെ അങ്ങനെ തന്നെയാണ്. സോ ഹിയർ എന്താണ് ഇതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് denotes an action started in the future, continuing in the future and ends in the future. മനസ്സിലാവുന്നുണ്ടോ? An action starts in the future, continues in the future, ends in future. An action starts in future, continues in future, ends in future. ഒരു പ്രവൃത്തി ഫ്യൂച്ചറിൽ തുടങ്ങും, ഫ്യൂച്ചറിൽ കണ്ടിന്യൂ ചെയ്യും, അവിടെ തന്നെ അവസാനിക്കും. An action will be continuing in a particular period of time in the future. Past perfect continuous ഓർമ്മയില്ലായിരുന്നു. An action was continuing in a particular period of time in the past. Here an action വലുതായിട്ടൊന്നും ഉപയോഗിക്കുന്ന സാധനമല്ല, എന്താണെന്ന് അറിഞ്ഞിരുന്നാൽ an action will be continuing a particular period of time in the future. അതാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. മനസ്സിലാവുന്നുണ്ടോ? ഒരു പ്രവൃത്തി തുടങ്ങുന്നതും ഫ്യൂച്ചറിലായിരിക്കും, ഒരു പ്രവൃത്തി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, ഒരു പ്രവൃത്തി കണ്ടിന്യൂ ചെയ്യുകയായിരിക്കും. എപ്പോഴാ? ഫ്യൂച്ചറിൽ. അതൊരു പർട്ടിക്കുലർ പീരീഡ്, ഒരു പ്രത്യേക പീരീഡ് ഓഫ് ടൈമിൽ, ഒരു കാലയളവിൽ കണ്ടിന്യൂ ചെയ്യുന്ന അതിനെ സൂചിപ്പിക്കാനാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നത്. അതിന് വലിയ ഫോർമുലയാണ്. നോക്കൂ, സബ്ജക്ട് പ്ലസ് will or shall plus being plus verb plus ing plus കണ്ടോ? സബ്ജക്ട് പ്ലസ് will or shall plus have, അത് സബ്ജക്ട് സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും have ആണ്, പ്ലസ് being plus verb plus ing plus ക്ലിയർ ആണോ? ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നോക്ക്, will have, being ഉണ്ട്, V3 പെർഫെക്റ്റ്, B plus ing plus O. നോക്ക്, അതിന്റെ ഒരു എക്സാമ്പിൾ കൂടെ തരാം. India will have been a developing nation. India will have been a developing nation. ഉണ്ടോ? India will have been a developing nation. ഇന്ത്യ ഒരു വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമായി മാറും, അല്ലെങ്കിൽ വികസിച്ചുകൊണ്ടിരിക്കും. എപ്പോഴാ? കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. എപ്പോഴാ അങ്ങനെ പറയാൻ പറ്റും? കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അതാണ് അതിന്റെ അർത്ഥം. അത് നമുക്ക് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഒന്നല്ല. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം എന്തുകൊണ്ട് ഡെവലപ്പിംഗ് നേഷൻ, രാജ്യം വികസിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. In the future, that's continuing, and developing is continuing, that action is continuing where? In the future. മനസ്സിലാവുന്നുണ്ടോ? And will have developed, sure ആ ഡെവലപ്പ് ആകും, പക്ഷെ അത് കണ്ടിന്യൂ, ഡെവലപ്പിംഗ് തുടങ്ങും, കണ്ടിന്യൂ ചെയ്യും, അവിടെ ഡെവലപ്ഡ് ആവും. അറ്റ് ദ ലാസ്റ്റ് അത് എന്താവും? അവസാനം അത് ഡെവലപ്പ് ആവും. ഇതാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ക്ലിയർ ആണല്ലോ? സോ ടെൻസ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ടെൻസിലെ 12 ഫോംസും എല്ലാം കൂടെ ഞാൻ ഒന്നും കൂടെ ഒരു സമ്മറൈസ് ചെയ്ത് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പൊ ഇത്രയും ക്ലിയർ ആയോ? ഓക്കെ, താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് മീ. അതുപോലെ തന്നെ നിങ്ങൾ കൃത്യമായി ക്ലാസ്സുകൾ കണ്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയാൽ തീർച്ചയായിട്ടും, ഞാൻ പറഞ്ഞു, നമ്മൾ ക്ലാസ്സുകൾ തുടങ്ങിയ സമയത്ത് ചെറിയ ക്ലാരിറ്റി കുറവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൃത്യമായി നിങ്ങൾ ആ പോയിന്റ് നോട്ട് ചെയ്ത് കമന്റിൽ ഡൗട്ട്സ് നിങ്ങൾക്ക് അറൗസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ചോദിക്കുന്ന ഡൗട്ട്സ് കൃത്യമായിട്ട് ഞാൻ റിപ്ലൈ ഇട്ട് തരും. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്ത് നമ്മളെ വിജയത്തിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യണം. അപ്പം ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അതാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? മാക്സിമം ക്ലാസ്സുകൾ ഷെയർ ചെയ്യുക. ഞാൻ പറഞ്ഞു, ഏത് ലെവലിലെ സ്റ്റുഡൻസും, SEO അല്ലെങ്കിൽ ക്ലാസ്സസ്, അതായത് ഹൈസ്കൂൾ, LP, UP, ഹയർ സെക്കൻഡറി ക്ലാസ്സുകളിലെ കുട്ടികൾക്കോ ഡിഗ്രി സ്റ്റുഡൻസിനോ എല്ലാം യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ ഉറപ്പ് തരുന്നു. നിങ്ങൾ കൃത്യമായി പഠിച്ച് ഫോളോ ചെയ്ത് പോവുക.
LD ക്ലർക്ക്, മറ്റ് PSCയുടെ ക്ലാസ്സുകൾ എല്ലാവർക്കും യൂസ്ഫുൾ ആണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്.